അതായത് കുട്ടേസിക്കകത്ത് വഴി. കുട്ടേസിയിൽ നിന്നും കുറച്ച് നമ്മൾ മൂവ് ചെയ്തു, നല്ലൊരു സ്ട്രീറ്റ് കണ്ട് ഇങ്ങനെ പോവാണ്. തികച്ചും ഒരു ഗ്രാമീണ പ്രദേശം. വലിയ വീടോ ബഹളങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവരുടെ വീടുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇവിടെ ഇവിടെ ഒന്നും ആരും താമസിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ അധികം ജനവാസവും തീരെ കുറവ്. അതുപോലെ ആൾക്കാരങ്ങനെ ഇതിലൊന്നും പോകുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. അപൂർവം ചിലരെ മാത്രം കാണാം. പക്ഷെ എന്തോ ഒരു ഭംഗി ഇതിനുണ്ട്. ഭയങ്കര നിശബ്ദമാണ്, വണ്ടിയില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഗോദാവരി കസേബി എന്നൊക്കെ നമ്മളിങ്ങനെ പോന്നിട്ട് ഇത് കണ്ട കോഴി ഉണ്ടോ, കോഴി അതായത് അവിടെ നിന്നൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു ഗ്രാമപ്രദേശം കണ്ടതിൻ്റെതായ ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മുടെ മൂഡിലൊക്കെ ഒരുപാട് എലിവേഷൻ തോന്നുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്, അതായത് എപ്പോഴാലും മഞ്ഞ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സും ഒരുപാട് മാതള നാരങ്ങയും അങ്ങനെ ഒരുപാട്. മരത്തിലൊന്നും ഇലയില്ല പക്ഷെ എല്ലാം നല്ല ഭംഗിയുള്ള ജോർജിയ വന്നപ്പോഴേ ഞങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു ഗ്രാമത്തിലൂടെ ഞങ്ങൾ വലിയൊരാഗ്രഹമായിരുന്നു. അപ്പം അതും ദൈവം സഹായിച്ചു, അത് നടന്നു. ഇത് നോക്കിയേ, എന്തോരം വീടുകളാ. അയ്യോ, ഇതൊക്കെ നല്ല രസം കേട്ടോ. ഇതേതായാലും ഗൂഗിള് നമ്മളെ മനസ്സറിഞ്ഞ് തന്ന ഒരു വഴി അല്ലേ. ഇതിനകത്ത് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൃഷി സ്ഥലം പോലും അങ്ങനെയൊക്കെ ഇല്ലേ, കുറച്ച് ഉള്ളിലോട്ട് മാറിയുള്ള ഒരു സ്ഥലം. അതായത് ഒരു ചെറിയൊരു പ്രാന്തപ്രദേശം പോലെ. പക്ഷെ അതുകൊണ്ട് നല്ലൊരു പോക്ക് പോകാൻ പറ്റി. ഇതാണ് ആദ്യം നമ്മളെ മണ്ണ് റോഡ് കാണിച്ചുണ്ടാവുന്നത്. അതും കഴിഞ്ഞിരിക്കുന്നു. ആഹാ, നല്ലൊരു പുഴ. ശരിക്കും നല്ലൊരു പുഴ. ഒരു വേസ്റ്റ് ഒന്നും ഇല്ല. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ. നല്ല തണുത്ത വെള്ളമായിരിക്കും, നല്ല തണുത്ത വെള്ളം. ഇതുണ്ടോ വെള്ളമൊക്കെ. ഓ, ഇതാണോ മറ്റേ ഇനി ഈ പാലം? ഇത് ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ആ വുഡന്റെ പാലം. അതിന് ബലം ഉണ്ടാവുക, അത് ഞാൻ കണ്ടിട്ടുണ്ട്. വുഡന്റെ പാലം ഇത് ഞാൻ കണ്ടതാണ്. ഈ വുഡൻ പാലം. പഴയ പലകളൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ നമുക്ക് വീക്കായിട്ട് തോന്നും, പക്ഷെ മോശമൊന്നുമില്ല. ഇല്ല, നോക്കി സൂക്ഷിച്ച്. ഡേഞ്ചർ ആണോടി? വേണ്ട, പോണ്ട. സൂപ്പർ യാത്രയാണ് ഗൈസ്.
അങ്ങോട്ട് പോകണ്ടടി വേണേ